അതിന് നമുക്ക് ഗാരേജ് ബാൻഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. കുറെ അധികം സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇതിനകത്ത് വേണമെങ്കിൽ ചുമ്മാ എല്ലാം ഒന്ന് പരിധിക്കോടെ. നമുക്ക് വേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഓഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇന്റർഫേസ് കാണാം. ആദ്യം കാണുമ്പോൾ ചിലപ്പം പുകയുമായിരിക്കും. ശേഷം മുകളിൽ മൂന്നാമത് കിടക്കുന്ന ആ ഒരു ബ്ലോക്ക് പോലൊരു സിമ്പിൾ ഉണ്ടല്ലോ, അതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണുക. താഴെ കാണുന്ന പ്ലസ് ഐക്കൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ എന്ന ഒരു സംഭവം കാണും. അവിടെ എത്ര സെക്കൻഡ് ആണ് വേണ്ടതെന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബേസിക്കലി റിംഗ് ടൂൺസ് എല്ലാം 30 സെക്കൻഡ് ആണ് വേണ്ടത്. ഇതിനകത്ത് 8 സെക്കൻഡ് ആണ് കിടക്കുന്നത്. നമ്മൾ മുകളിൽ ഓട്ടോമാറ്റിക് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ കണ്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫയൽസ് കാണാൻ സാധിക്കും. നമ്മുടെ ഫയൽസിൽ നിന്ന് പാട്ട് ഏതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് അത് അങ്ങോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ടൈം ലൈനിലോട്ട് വരും. എന്നിട്ട് എവിടം തൊട്ട് എവിടം വരെയാണ് പാട്ട് വേണ്ടത്, ഏത് പോർഷൻ ആണ് വേണ്ടതെന്ന് അങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഒരു ആരോ ഉണ്ട്, താഴോട്ടുള്ള ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ സോങ്സ് എന്ന് കാണിക്കും. അത് അങ്ങോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഫോൾഡറിൽ അത് സേവ് ആയ പോലെ കാണിക്കും. അപ്പൊ അത് ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുമ്പോൾ ഇവിടെ സോങ് റിംഗ് ടൂൺ പ്രൊജക്ട് എന്ന് പറഞ്ഞ് കാണാം. അതിൽ റിംഗ് ടൂൺ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. എക്സ്പോർട്ടിംഗ് എസ് എ റിംഗ് ടൂൺ എന്ന് പറഞ്ഞൊരു